കാസർഗോഡ് ബിജെപിയിൽ പൊട്ടിത്തെറി. ജില്ലാ നേതൃത്വവുമായുള്ള ഭിന്നതയെ തുടർന്ന് കാസർഗോഡ് മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ നിന്ന് അഡ്വക്കേറ്റ് കെ ശ്രീകാന്ത് വിട്ടുനിന്നു. മണ്ഡലത്തിന്റെ ഇൻചാർജ് ചുമതല ഉണ്ടായിട്ടും പരിപാടികൾ അറിയിക്കുന്നില്ലെന്നാണ് ശ്രീകാന്തിന്റെ പരാതി. കെ ശ്രീകാന്തിന് കാസർഗോഡ് മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചിരുന്നു. അരുൺ പൂപ്പറമ്പയുടെ വിശദാംശങ്ങൾ നൽകാൻ. അരുൺ, തുടക്കത്തിലെ കല്ലുകടി എന്താണ് പ്രശ്നം? ശ്രുതി, കോഴിക്കോട് മേഖലാ പ്രസിഡന്റ്, ബിജെപിയുടെ കോഴിക്കോട് മേഖലാ പ്രസിഡന്റാണ് അഡ്വക്കേറ്റ് കെ ശ്രീകാന്ത്. ജില്ലയിലെ പ്രധാനപ്പെട്ട ഒരു ബിജെപി നേതാവാണ്. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനങ്ങളിൽ നിന്നെല്ലാം ശ്രീകാന്ത് മാറി നിൽക്കുകയാണ്. നേരത്തെ കാസർഗോഡ് മണ്ഡലത്തിൽ കെ ശ്രീകാന്തിനെ സ്ഥാനാർത്ഥിയായി പരിഗണിച്ചിരുന്നു. കെ ശ്രീകാന്ത്, ML അശ്വിനി എന്നിവരുടെ പേരായിരുന്നു പരിഗണനയിൽ ഉണ്ടായിരുന്നത്. ഒടുവിൽ ബിജെപിയുടെ ജില്ലാ അധ്യക്ഷ ML അശ്വിനിയെ സ്ഥാനാർത്ഥിയാക്കുന്നതിന് വേണ്ടിയാണ് ബിജെപി നേതൃത്വം തീരുമാനിച്ചത്. അതിന് പിന്നാലെയാണ് വലിയ ഭിന്നത രൂപപ്പെട്ടിട്ടുള്ളത്. നേരത്തെ തന്നെ ML അശ്വിനിയെ അനുകൂലിക്കുന്നവരും കെ ശ്രീകാന്തിനെ അനുകൂലിക്കുന്നവരും അങ്ങനെ രണ്ട് വിഭാഗങ്ങളായി ഇവിടെ ഭിന്നതയുണ്ടായിരുന്നു. അതൊരു പൊട്ടിത്തെറിയിലേക്ക് പോകുന്നൊരു സാഹചര്യമാണുള്ളത്. ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ നടന്നിട്ടുള്ള പരിപാടികളിൽ, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ഉൾപ്പെടെയുള്ള പരിപാടികൾ, അതോടൊപ്പം തന്നെ മണ്ഡലം കമ്മിറ്റി യോഗങ്ങൾ, തെരഞ്ഞെടുപ്പിന്റെ മറ്റു പ്രവർത്തനങ്ങളിലൊന്നും തന്നെ സഹകരിപ്പിക്കുന്നില്ല, തന്നെ അതിൽ നിന്നും മാറ്റി നിർത്തുകയാണ് എന്നതാണ് ഈ കെ ശ്രീകാന്തിന്റെ പരാതി. അതിൽ ML അശ്വിനി, അതായത് ജില്ലാ അധ്യക്ഷയും ആ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി കൂടിയായിട്ടുള്ള ML അശ്വിനി ഏകപക്ഷീയമായ തീരുമാനങ്ങൾ സ്വീകരിക്കുന്നു എന്നുൾപ്പെടെയുള്ള പരാതിയാണ് കെ ശ്രീകാന്ത് ഉന്നയിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് നിലവിൽ എല്ലാ പ്രവർത്തനങ്ങളിൽ നിന്നും ഇപ്പോൾ മാറി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഒരുപക്ഷെ പരസ്യ പ്രതികരണത്തിലേക്ക് പോലും ശ്രീകാന്ത് മാറാനുള്ള സാഹചര്യമുണ്ട്. ഇതിനകം തന്നെ ബിജെപി സംസ്ഥാന നേതൃത്വത്തെ ഈ അതിർത്തി അറിയിച്ചിട്ടുണ്ടെന്നതാണ് ശ്രീകാന്ത് അറിയിക്കുന്നത്. എന്തായാലും ഇതിൽ ജില്ലാ അധ്യക്ഷ കൂടിയായിട്ടുള്ള ML അശ്വിനി ഈ വിഷയത്തിൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. നമ്മൾ പ്രതികരണം തേടിയിരുന്നു, ആ കാര്യത്തിൽ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. എന്തായാലും ബിജെപിയിൽ നിർണായകമായ തിരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, ഭിന്നതകൾ കാസർഗോഡ് ഉണ്ടാകുന്നു. അത് നേരത്തെ ഉണ്ടായതാണ്, അത് കൂടുതൽ രൂക്ഷമാകുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ, അരുൺ പൂപ്പറമ്പയാണ് വിശദാംശങ്ങൾ നൽകിയത്.